എടാ അലോഷി എവിടെ? പന്തവും കൊണ്ട് പെരിച്ചാഴിയെ പോലെ പോകുന്നത് കണ്ടു. എന്തോന്ന്? അല്ല, പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഓടണ കണ്ടെന്ന്. എടാ അവനൊരു ഫോൺ കോൾ വന്നതാ. എടാ പുല്ലേ, അതിനെന്തിനാ അവ ഓടിപ്പോയത്? ചിലപ്പം വല്ല ഗേൾ ഫ്രണ്ടും ആയിരിക്കും. ഈ പന്നീനോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ. അവന്റെ ഒരു കണ്ടുപിടുത്തം. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതാ. അവ എരുതിയിൽ പെട്രോൾ ഒഴിച്ച് രസിക്കുക. നിന്നെ ഇപ്പൊ കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ. അലോഷിയെ കണ്ടിട്ട് വരട്ട്, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. ഇവൻ എന്താ എല്ലാരെയും എപ്പോഴും കൊല്ലൂന്ന് പറഞ്ഞു നടക്കണേ? എടാ ഞാൻ പറയണ കേട്ട് നീ സങ്കടപ്പെടയൊന്നും ചെയ്യല്ലേ. നമ്മുടെ ലിയോ നമ്മൾ പോലും അറിയാതെ അവനൊരു സൈക്കോ ആയി മാറുകയാണ്. എൻ്റെ ഈശ്വര, വന്നതും പൊട്ടാൻ നിന്നതും പൊട്ടാൻ. അതെന്നെ ഉദ്ദേശിച്ചാണോ? ഏയ്, നിന്നെ തന്നെ ഉദ്ദേശിച്ച. എങ്കിൽ നിനക്ക് കൊള്ളാം. അലോഷി, നീ എന്താ ഇവിടെ ചെയ്യണേ? ഞാൻ ഇവിടെ തലകുത്തനെ നിൽക്കണു. ഒന്ന് പോ അലോഷി, ഏടായിട്ട് നിനക്ക് ഇത്തിരി തമാശ പറച്ചിൽ കൂടിയിട്ടുണ്ട്. അല്ല, എന്താ മോൻ്റെ ഉദ്ദേശം? ആരാ അലോഷി നിന്നെ ഫോൺ വിളിച്ചത്? ഫോണും കൊണ്ട് 100 110 ഓടണ കണ്ട്. അപ്പൊ എന്നെ ഫോൺ വിളിച്ചത് ആരാന്നറിയാനാ ഇപ്പം വന്നത്? പറ അലോഷി, എന്നെ ആരാ വിളിച്ചെന്ന് ഞാൻ എന്തിനാ നിന്നോട് പറയണേ? അപ്പം അത്രേ ഉള്ളൂ അല്ലേ ഞാൻ നിനക്ക്? ദൈവമേ, കുഴപ്പമായ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. എനിക്കറിയാം നിനക്കിന്നെ പഴയതുപോലെ ഇപ്പം ഇഷ്ടമൊന്നുമില്ല. ആര് പറഞ്ഞ് ഈ കല്ല് വെച്ച നോണ? എനിക്കറിയാം. അതെങ്ങനെയാ നിനക്കറിയാന്നുള്ളത്? നീ എനിക്കൊരു കിസ് തന്നിട്ട് എത്ര ദിവസമായെന്നറിയോ? ഒരു ഹഗ് പോലും തരുന്നില്ല. ഇതൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ? ആര് പറഞ്ഞീ മണ്ടത്തരം? എൻ്റെ ഇച്ചായനെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ ലിയോനെയാ. സത്യം, കർത്താവാണേ സത്യം. എന്നാ ഒരു ഹഗ് താ. ഹഗ് മാത്രം മതിയാ, വേറൊന്നും വേണ്ടേ? ഋഷി വാടെ ഇവിടെ. അയ്യോ ഋഷി, നിനക്കെന്താടാ ഇത്ര പെട്ടെന്ന് വട്ടായ? പോടാ അവിടെ നീ. എനിക്കൊരു കുഴപ്പമില്ല. ഒരു ഫ്രഞ്ച് വിപ്ലവം കണ്ടതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. എന്തോന്ന്? ആ റൂമിലെ അലോഷിയും ലിയോയും കൂടെ ഫ്രഞ്ച് അടിക്കണ ഞാൻ കണ്ടടാ. അപ്പൊ നീ ഒളിഞ്ഞു നോക്കിയല്ലേ? നാണില്ലേടാ നിനക്ക്? ഒഞ്ഞു പോയാടാ അവിടുന്ന്. ഞാൻ ഒളിഞ്ഞൊന്നും നോക്കിയില്ല. പിന്നെ അതെ, ഞാൻ നല്ല അന്തസ്സായിട്ട് നേരെ നോക്കിയാ കണ്ടത്. എൻ്റെ പൊന്നോ, നമിച്ച്. വരണുണ്ട് രണ്ടും കൂടെ ചുംബന സമരവും കഴിഞ്ഞിട്ട്. അതിനിപ്പോൾ നിനക്കെന്താടാ? ദണ്ണുണ്ടടാ, നല്ല ദണ്ണുണ്ട്. ഇവിടെ മനുഷ്യന് മരുന്നിന് പോലും ഒന്നും സെറ്റ് ആവണില്ല. അപ്പോഴാണ് അവൻ്റെയൊക്കെ ഒരു ഉമ്മിച്ച് കളി. എന്നാലേ നീ കുറച്ച് മാറിയിരുന്ന് ദണ്ണീര്. എടാ, എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കൃഷ്ണ നീ മുഖവും വെറുപ്പിച്ചിരിക്കുന്നത്? മനുഷ്യനെ കാണാൻ പാടില്ലാത്ത ഓരോന്നും കൺമുപ്പി കാണിച്ചു തന്നിട്ട് അവൻ്റെ ഒരു പറച്ചിൽ നോക്ക്. എൻ്റെ മുഖം പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാ. നീയല്ലേ ചുമന്ന് തുടുത്തിപ്പം തക്കാളീനെ പോലെ ഇരിക്കുന്നത്. ഒന്ന് അവിടെ നിന്ന്, എനിക്ക് നാണം വരുന്നു. ലിയോ, കൃഷി, നിങ്ങൾ തമ്മിൽ എന്തിനാ പരസ്പരം ചെവി തിന്നുന്നേ? നീ അത് വീട്, നീ വിളിച്ച കാര്യം പറ. എടാ, ഇച്ചായ വിളിച്ചിരുന്ന് നാട്ടിലേക്ക് ചെല്ലുന്നില്ലേന്ന് ചോദിച്ച്. അടുത്ത മാസം ഇച്ചായൻ്റെ വെഡിങ് ആനിവേഴ്സറിയാ. ലീവ് തരുമോ ഓഫീസിൽ നിന്ന്? എടാ, നമുക്കും കൂടെ ലീവ് കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ കൂടെ നമുക്കും അവൻ്റെ നാട്ടിൽ പോവായിരുന്നില്ലേ? എടാ, അതിന് CEO നമുക്ക് 4 പേർക്കും കൂടെ ഒരുമിച്ച് ലീവ് തരുമോ? കൃഷേ, എടാ കൃഷേ, എടാ. നോട്ട് വാക്കിംഗ് മോനെ, നോട്ട് വാക്കിംഗ്. ഇത് മാത്രം നടക്കൂല. ഞാൻ പറഞ്ഞ പപ്പ കേൾക്കൂല. അതെന്താ നീ പറഞ്ഞ കേൾക്കാൻ പറ്റാത്തത്? എന്ത് അങ്ങേര ചെവി അടിച്ചു പോയാ? ലിയോ, നീ ഒന്ന് മിണ്ടാതിരി. കൃഷേ, ഒന്ന് പറഞ്ഞു നോക്കടാ നിന്റെ പപ്പേൻ്റെ അടുത്ത്. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ റിസൾട്ട് എന്താവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ നന്നായി തന്നെ ഒന്ന് പതപ്പിയിരുന്നു നിന്റെ തന്തേനെ. ശരി, വിഷ് മീ ലക്ക്. ആൾ ദ ബെസ്റ്റ്.